നോക്ക് ചെറിയ മാമ, എല്ലാം തകർന്നു. അയ്യോ എന്റെ അയ്യോ, അയ്യോ അച്ഛന്റെ അച്ഛന്റെ അമ്മയോ? ആരുടെ അച്ഛൻ? ആരുടെ അമ്മ? നമസ്കാരം, നമസ്കാരം. ഞാൻ ഏറാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാ. ചന്ദ്രഭാനു ആൻഡ് ഐ ആർ ക്ലാസ്മേറ്റ്സ്, ഓൾഡ് ഫ്രണ്ട്സ്. ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് കൂടി, എന്തൊരു മേളമായിരുന്നു. എന്താ ഇന്ദുചൂടന്റെ പാട്ട്. മനസ്സൊരു വരുന്ന വഴിയായിരിക്കും അല്ലേ? എല്ലാം അകത്തേക്ക് വെച്ചോളൂ. ഞങ്ങളുടെ വരവ് ബുദ്ധിമുട്ടായല്ലേ? I beg your pardon. അച്ഛോ, ഇവിടെ ആരാ വെപ്പ് പണിക്ക്? ഒരു സ്ത്രീയുണ്ട്, ഒരാളൂടെ ഇങ്ങോട്ട് വരും. ഇന്ദുചൂടിൻ്റെ അമ്മയ്ക്ക് ഉപ്പ് പാടില്ല, അവർക്ക് BP ഉണ്ട്. എനിക്ക് മധുരം വളരെ കുറച്ച് കാപ്പി ഒരു ഫ്ലാസ്കിലാക്കി രാവിലെ മുറി വെക്കണം. അടുക്കളയിലൊന്ന് പറഞ്ഞേക്ക്. ഇന്ദുചൂടിൻ്റെ അമ്മയൊന്ന് വിളിക്കൂ. കേട്ടില്ലേ പറഞ്ഞത്? വിളിക്കാം. അത് പറയണം, ആംഗ്യ ഭാഷ വേണ്ട. സാർ, നിന്റെ ചെറിയ മാമാന്ന് പറയണ ആ ഫൂളിനോട് ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നതാ, വന്ന് കയറുമ്പോ അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ കാണരുതെന്ന്. ആ ഫൂള് തന്നെയാ ഇന്നലെ വെള്ളം അടിച്ച് കോൺ തിരിഞ്ഞ് ഇവിടെ അയ്യപ്പൻ വിളക്ക് നടത്തിയത്. കൊടുക്കണുണ്ട് ഞാനവന്. ഇനി ഇപ്പൊ തുടങ്ങും. അച്ഛന്റെ മുഖം കണ്ടില്ലേ, ഇതെത്രയുണ്ട്. എങ്ങനെ സഹിക്കുന്നു അങ്ങേരെ? വേറെന്താ ചെയ്യാ, ഡിവോഴ്സ് ചെയ്തോടെ? അടി അസത്തെ. ആ നീ വല്ലാതെ മാറിയിരിക്കണു അച്ചു. എന്താ രൂപം, ഈ മീശയും മുഖവും. നീ മറ്റാരോ ആയിപ്പോയി. 6 വർഷം ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞത് സൊസൈറ്റി പേടിയോടെ മാത്രം നോക്കിക്കാണുന്ന ഔട്ട്ലാസിന്റെ കൂടെ അല്ലേ അമ്മേ? മാറും, മാറിപ്പോവും. അമ്മയുടെ പഴയ അച്ചു ഇതിനകത്ത് എവിടെയോ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കത്ര നിശ്ചയം പോരാ. ഇല്ലട കണ്ണ, അമ്മയുടെ കുട്ടി തന്നെയാ ഇത്. അമ്മേ, സാറ് വിളിക്കുന്നു. ഓ, എന്നെ വിസ്തരിക്കാനാവും, നീയും കൂടെ ഞാൻ പറയാ വരാം. വാ. ഭയങ്കരം തന്നെ അച്ചോട്ടാ. മേനോ സാറേ, മുഖത്ത് നോക്കാൻ പേടിയാവുന്നു. അതിന് എൻ്റെ കയ്യിലൊരു ടെക്നിക്കുണ്ട്, പ്രയോഗിച്ചാൽ മതി. അതെന്താ അത്? മുഖത്ത് നോക്കുകയേ ചെയ്യരുത്. എന്താ ഇന്ദുചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നോക്കി ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. You should think seriously about that because it's your life. കൃഷിപ്പണി നോക്കാൻ കാര്യസ്ഥനെ നിർത്തിയാൽ മതി. അതിനുവേണ്ടി താൻ ജീവിതം വേസ്റ്റ് ചെയ്യണ്ട. ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു പ്രൊഫഷനായിട്ട് തന്നെ. If you are that confident, okay. പിന്നെന്താ ഇവിടെ ചില ഇഷ്യൂസ്. താനൊരു സോഷ്യൽ നോയ്സൻസ് ആയി മാറുന്നു എന്ന് പറയുന്നു പലരും.
ഒരിക്കലും അല്ല. ബീയിങ് എ സോഷ്യൽ ആനിമൽ ഞാനും ചില ഇഷ്യൂസിൽ ഇടപെടുന്നു എന്ന് മാത്രം. എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് ഒളിക്കാനാവില്ല. എന്താ അച്ചു ഇത്? ഒരുപാട് സങ്കടം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചില്ലേ? ഇനിയും വേണോ? അയാൾ പറയട്ടെ, അയാളുടെ സ്റ്റാൻഡ് അയാൾ ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. എനിക്കൊന്നും പറയാനില്ല. പറയാനുണ്ടായിരുന്നത് കേൾക്കാനും വിശ്വസിക്കാനും അച്ഛൻ തയ്യാറാകാത്തതിൻ്റെ ഫലം 6 വർഷം ഞാൻ അനുഭവിച്ച് തീർത്തു. ഒരു മകൻ്റെ വാക്കുകളല്ല അച്ഛൻ കേട്ടത്. മുന്നിൽ വന്ന് നിൽക്കുന്ന ഏത് കുറ്റവാളിയും പറയും പോലെ ഞാനും പറയുന്നത് നുണയാണ് എന്ന് ഏത് ന്യായാധിപന്റെയും പ്രജുഡിസായ മനസ്സിൽ തോന്നും പോലെ അച്ഛനും തോന്നും. വെറും തോന്നലല്ല, വിശ്വസിച്ചു. കാരണങ്ങൾ പലതാണ്. സാഹചര്യം, തെളിവുകൾ എല്ലാം നിനക്കെതിരായിരുന്നു. അതെ, സത്യം എവിടെയും തോൽപ്പിക്കപ്പെടുന്നത് മെറ്റീരിയൽ ഫാക്ടേഴ്സായ തെളിവുകളും സർക്കംസ്റ്റാൻസസും കൊണ്ടാണല്ലോ. സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയത് എന്തായിരുന്നു എന്ന തിരിച്ചറിവാണ് 6 വർഷവും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതെന്താണെന്ന് അച്ഛനറിയോ? മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് അച്ഛനോടുള്ള പക, അതിന്റെ ഇരയാവുകയായിരുന്നു ഞാനെന്ന സത്യം. അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ കിടത്തി പറഞ്ഞു തന്നത്. അതായിരുന്നു ശക്തി തന്നത്. നിയമഗ്രന്ഥങ്ങളിലെ വരികളും വരികൾക്കിടയിലെ അർത്ഥഭേദങ്ങളും മാത്രം ജീവിതാധാരമായി കണ്ട് ജീവിക്കുന്ന അച്ഛന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യം. നിർത്താം, പ്രസംഗം നിർത്താം. അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണൻ വധിക്കാതിരിക്കാൻ കർണന്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങൾ എരന്നു വാങ്ങാൻ പോയ ദേവരാജാവിന്റെ കഥ അമ്മ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ടാവും. ഓ, എനിക്ക് പുച്ഛമാണ് അച്ഛനോട്. സ്വന്തം മകനിൽ അവന്റെ കഴിവുകളിൽ വിശ്വാസമുള്ള ഒരച്ഛനും ആ ഗതികേട് വരാൻ പാടില്ല. സത്യമാണ്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരുടെ മുമ്പിലും യാചകവേഷം കെട്ടിട്ടില്ല. അങ്ങനെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ലെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നു, ഇന്നും വിശ്വസിക്കുന്നു. I said I have no regrets. No regrets. എല്ലാം സംഭവിച്ചു കഴിഞ്ഞ രാത്രിയിൽ നിനക്കെന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? പറഞ്ഞില്ല. അന്ന് രാത്രി എവിടെയായിരുന്നുള്ള എൻ്റെ ചോദ്യത്തിന് നീ എന്തോ നുണയും പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് പോലീസ് വീട്ടിൽ കയറി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ്. നിന്റെ തലയപ്പ താഴ്ന്നിരിക്കുകയായിരുന്നു. ശരിയാണ് നീ പറഞ്ഞത്. എന്നിലെ ന്യായാധിപന്റെ മനസ്സിൽ ആ വിശ്വാസം ഉറച്ചുപോയി. നീ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത്. മണപ്പള്ളി മാധവൻ നമ്പ്യാർ മാത്രമല്ല, ഒരു നിയമത്തിന്റെ വിശുദ്ധമായ ജീവിതം എനിക്ക് ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ഇരയാവാൻ അവര് വിരിച്ച വലയിൽ പോയി വീഴുകയായിരുന്നില്ല നീ അച്ഛന് വേണ്ടി ചെയ്യേണ്ടിയിരുന്ന സൽക്കർമ്മം. അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുക. അഭിമാനപൂർവ്വം അച്ഛന് ചൂണ്ടിക്കാട്ടാൻ നീ ഉയരങ്ങളിലേക്ക് വളരുകയായിരുന്നു വേണ്ടത്. മകൻ IAS-കാരനായി വന്നിറങ്ങുന്നത് സ്വപ്നം കണ്ട് കാത്തിരുന്നവരുടെ മുന്നിലൂടെ നീ കൈവിലങ്ങ് വിട്ടുപോയി. 6 വർഷം സെൻട്രൽ ജയിലിൽ നീ അനുഭവിച്ചാൽ കൂടുതൽ വേദന ഞാനും ഇവളും കൂടെ അനുഭവിച്ചു. അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛന്റെ ജരാനരകൾ സ്വീകരിച്ച മകന്റെ കഥയല്ല നിന്റേത്. സ്വന്തം യൗവനം എറിഞ്ഞുടച്ച് 6 വർഷം അച്ഛനെ അമ്മയും കരയിച്ച മകനാണ് നീ.